വെൽക്കം ടു അനദർ വീഡിയോ. സോ ഇന്നും നമ്മളൊരു ആർട്ട് വർക്കായിട്ടാണ് വന്നേക്കുന്നത്. കുറച്ച് നാളായിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും റീൽസിലൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ ഒരു സംഭവമാണ്. നമ്മൾ ഈ ടിഷ്യൂ പേപ്പർ വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് വേണ്ട പെയിൻറ്റും ഫെവിക്കോളും കൂടെ ആഡ് ചെയ്ത് അത് നമുക്ക് ഒരു കാർഡ്ബോർഡിൽ അതിൻ്റെ സംഭവം സെറ്റ് ചെയ്തെടുക്കുക. ഇത് ഞാൻ പറഞ്ഞപ്പോൾ കുറച്ച് പേരെങ്കിലൊക്കെ കണ്ടു കാണും. അപ്പോൾ ഇത് കാണുമ്പം ഭയങ്കര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നി. പക്ഷേ എളുപ്പമല്ല കേട്ടോ, കുറച്ച് കഷ്ടപ്പാടുണ്ട്. കുറച്ചധികം കഷ്ടപ്പാടുണ്ട്. ഞാനിത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 2.5-3 മണിക്കൂറിൻ്റെ അടുത്ത് വന്നു എനിക്ക്. അപ്പോൾ എന്തായാലും നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഇതാണ്. നമുക്കൊരു ടിഷ്യൂ പേപ്പർ വേണം. അത് നമ്മൾ ആദ്യമേ വെള്ളത്തിൽ മുക്കി വയ്ക്കണം. ആ വെള്ളത്തിൻ്റെ അകത്ത് കിടന്നിട്ട് അതിൻ്റെ ടെക്സ്ചർ ഒന്ന് മാറി വരണം. ആ സമയത്ത് ഞാനൊരു ചെറിയ കാർഡ്ബോർഡിൻ്റെ അകത്ത് എനിക്ക് പെയിൻറ്റ് ചെയ്തെടുക്കേണ്ട ഒരു പിക്ചർ ഞാൻ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം എടുക്കുമ്പോൾ കുറച്ച് കട്ടിയുള്ള കാർഡ്ബോർഡ് എടുക്കണം കേട്ടോ. എന്നാലാണ് അല്ലെങ്കിൽ വെള്ളവും നനവും കൂടെ ആയിട്ട് അത് പോകാൻ ചാൻസ് ഉണ്ട് ആ ഒരു നമ്മൾ ചെയ്തെടുക്കുന്ന സർഫസേ. അപ്പം വെള്ളത്തിൽ കിടന്ന് ആയേക്കുന്ന ടിഷ്യൂ പേപ്പർ ഞാൻ പിഴിഞ്ഞെടുത്തു. അതിലോട്ട് വേണ്ട ഫെവിക്കോളും നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കളർ ഏതാണ്, ഞാനിവിടെ ഫാബ്രിക് പെയിൻറ്റ്സ് ആണ് എടുത്തേക്കുന്നത്. സോ അതും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ആ പേപ്പർ മുറിച്ചതിന് എന്തോ പ്രശ്നമുണ്ടോ തോന്നുന്നു കേട്ടോ. അതായത് കുറച്ച് വലിയ പീസസ് ആയിപ്പോയി. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്യാൻ നേരത്തെ എനിക്ക് എന്ത് ചെയ്ത് ഒക്കുന്നില്ല, ഭയങ്കര പാടുണ്ടായിരുന്നു. ഞാൻ ബ്രഷ് വെച്ചിട്ടൊക്കെ ചെയ്തിട്ട് നടക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചെറിയ പീസസ് ആയിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പം നടക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ പിന്നെ ഞാൻ അവസാനം ബാക്കി കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അതിപ്പോൾ കുറച്ചും കൂടെ ഈസി ആയിട്ടാവുന്നുണ്ട്. അപ്പോൾ കൈകൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ പീസസും ആക്കാൻ പറ്റുമല്ലോ. അങ്ങനെ എനിക്ക് വേണ്ട 3 കളേഴ്സ് ഞാനിവിടെ മിക്സ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞേക്കുന്ന നമ്മൾ വരച്ചേക്കുന്ന പിക്ചറിലോട്ട് ഈ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ആ ടിഷ്യൂ പേപ്പർ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും പണിയുള്ള പരിപാടി ഇവിടെ. നമ്മൾ ഓർക്കും ഇതിപ്പം തന്നെ നമുക്കങ്ങ് ഒട്ടിച്ച് കൊടുക്കാമെന്നത്. പക്ഷേ ഇല്ല, നമ്മൾ ഒട്ടിക്കും തോറും പറഞ്ഞു വരും. അപ്പോൾ സൂക്ഷിച്ച് ഓരോരോ കുഞ്ഞു പീസായിട്ട് ഞാൻ ചുറ്റും ഒട്ടിക്കുമായിരുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ ഫുള്ള് ഒരു സ്കൈ ബ്ലൂ കളർ, നടുക്ക് ഫ്ലവറാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു മനസ്സിൽ. അങ്ങനെ കുറേ നേരത്തെ തത്രപ്പാടിന് അവസാനം ഞാൻ ആ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. ഇനി ആ ഫ്ലവറിൻ്റെ സ്ഥാനത്ത് ഓരോ ഇതളും ഞാൻ വൈറ്റ് കളർ കൊടുക്കും. ദെൻ നടുക്ക് യെല്ലോയിഷ് കളറാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അതും കുറേ ടൈം എടുത്തു. ആ ഫ്ലവറും ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം ലാസ്റ്റ് നമുക്ക് ആ സെൻറ്റർ പോർഷൻ മാത്രമല്ല, സെൻറ്റർ പോർഷനിൽ യെല്ലോ വന്നിട്ട് ഒരു സ്മൈലിയും കൂടെ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സ്മൈലി ജസ്റ്റ് ബ്ലാക്ക് കളറിൽ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ പണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴായിട്ട് ഇമാതിരി പരിപാടിയൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഈ പറഞ്ഞേക്കുന്ന കുറേ കലാപരിപാടികൾ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ചെയ്യുന്നതാണ്. സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷവും മനസ്സിന് ഭയങ്കര റിലാക്സേഷൻ ഉണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ ബിസി ലൈഫിൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്ത് നടക്കുമ്പം നമുക്കായിട്ട് കുറച്ച് സമയം കണ്ടെത്തി നമ്മുടെ മൈൻഡ് കാമാക്കുന്ന എന്തെങ്കിലും ചെയ്യുക എന്ന് പറയണത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ അതിനൊരു സമയം കണ്ടെത്തി നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ അത് ട്രൈ ചെയ്ത് നോക്കി അത് സക്സസ് ആകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം കിട്ടും. അപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ അത് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടൊരു സമയം കണ്ടെത്തുന്നത് ഭയങ്കര നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് എന്തായാലും റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. പക്ഷെ ഉണങ്ങാനുണ്ട് കേട്ടോ കുറച്ചും കൂടെ. ഞാൻ അതുകൊണ്ട് വെയിലത്ത് വെച്ച് കുറച്ചും കൂടെ ഉണക്കുന്നുണ്ട്. ഉണക്കി കഴിഞ്ഞപ്പോൾ ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട്. ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് കാണാൻ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.